ഹായ്, ഇന്ന് നമ്മൾ സോണിയുടെ ഹയർ എൻഡ് ക്യാമറകളിലൊക്കെ ഉള്ള ബാക്കപ്പ് ആൻഡ് റെസ്റ്റോർ ഫംഗ്ഷനാലിറ്റീസ് പരിചയപ്പെടാൻ വേണ്ടി വന്നേക്കാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു പുതിയ ക്യാമറ കിട്ടുമ്പോൾ നമ്മൾ C1, C2, C3, C4 പറയുമ്പോഴുള്ള ബട്ടൺസ്, അതുപോലെ M1, M2, M3 ബട്ടൺസ്, ഫ്രെയിം റേറ്റ്സ്, അതുപോലെ സ്ലോ മോഷൻ സെറ്റിങ്സ്, വീഡിയോ സെറ്റിങ്സ്, ഈവൻ റെക്കോർഡിംഗ് സെറ്റിങ്സ്, പ്രോ ക്യാപ്ചറിൻ്റെ സെറ്റിങ്സ്, അങ്ങനത്തെ പല സെറ്റിങ്സ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതെല്ലാം നമ്മുടെ ഈസ് ഓഫ് യൂസിന് വേണ്ടിയിട്ട് ഈവൻ ISO, ഷട്ടർ, അപ്രോച്ചർ, ഇതെല്ലാം ഓരോ മോഡുകൾക്കും ഓരോ യൂസ് കേസിനും വേണ്ടി നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ സെയിം സെറ്റിങ്സിനെ നമുക്ക് അല്ലെങ്കിൽ സെയിം സീരീസിലുള്ള വേറൊരു ക്യാമറയിലോട്ട് കോപ്പി ചെയ്യാനോ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഫാക്ടറി റീസെറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാൽ വീണ്ടും സെയിം സെറ്റിങ്സ് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യുന്നത്. സോ അതിന് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്യാമറയ്ക്കകത്തൊരു മെമ്മറി കാർഡ് ഇടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെനുവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ സെറ്റപ്പ് ഓപ്ഷൻ ലൈക്ക് യെല്ലോ കളറുള്ള സ്യൂട്ട് കേസിൻ്റെ കളറിലുള്ള സാധനം അത് അതിനകത്ത് പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷൻ റീസെറ്റ് ആൻഡ് സേവ് സെറ്റിങ്സിനകത്ത് സേവ് ആൻഡ് ഓർ ലോഡ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ബാക്കപ്പ് എടുക്കാൻ വേണ്ടി സേവ് ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നു. അപ്പോൾ ക്യാമറ സെറ്റപ്പ് 3 എന്ന് പറയുന്ന ഒരു പേരിൽ ഇതിനകത്ത് ഇത് നമുക്ക് വേണ്ട മോഡിഫൈ ചെയ്യാൻ സേവ് കൊടുത്താൽ അത് ഓക്കെ. ഇത് മെമ്മറി കാർഡിലാണ് സേവ് ചെയ്തേക്കുന്നത്. സോ ബെറ്റർ ഇത് നമുക്കൊരു എന്നും ആക്സസിബിൾ ആയിരിക്കുന്ന ഒരു സ്ഥലത്ത്, കാരണം ഈ മെമ്മറി കാർഡ് നമ്മൾ ഫോർമാറ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഡാറ്റ അവൈലബിൾ ആയിരിക്കില്ല. സോ ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലൗഡ് സ്റ്റോറേജിലോ അല്ലാന്നുണ്ടെങ്കിൽ സ്ഥിരമായി നമ്മൾ യൂസ് ചെയ്യുന്ന പാഡോ അല്ലാന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറോ അങ്ങനെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ. വർക്കിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്ന് നമുക്ക് അത് ഫോർമാറ്റ് ചെയ്യേണ്ടതായിട്ട് വരികയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്കിത് പെട്ടെന്ന് റീലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ പുട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എപ്പോഴും. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ഈ ബാക്കപ്പ് എടുത്ത് വെച്ചേക്കുന്ന ഡാറ്റയെ നമ്മളൊരു സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് പ്രിസർവ് ചെയ്യണം. സോ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ DCMA എന്നും ഒരു പ്രൈവറ്റ് എന്ന് പറയുന്ന 2 ഫോൾഡേഴ്സ് കാണും. ഇൻസൈഡ് ദാറ്റ് സോണിക്കകത്ത് സെറ്റിങ്സിനകത്ത് സോണി A7 M4 ആണ് എന്താണോ ക്യാമറയുടെ നെയിം, ആ ക്യാമറയുടെ നെയിം ഇവിടെ വരും. എന്നിട്ട് ഇവിടെ നമ്മൾ ലാസ്റ്റ് എടുത്ത ബാക്കപ്പ് 03.dat എന്ന് പറയുന്ന ഈ ഒരു സാധനം നമുക്ക് അവൈലബിൾ ആയി കാണും. സോ അതിനെ ഞാൻ ഇവിടെ ജസ്റ്റ് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്രിസർവ് ചെയ്ത് വേറൊരു സ്ഥലത്തോട്ട് ലൊക്കേഷനിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. സോ ഈ ഡാറ്റ നമ്മൾ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. ഇൻ ഫ്യൂച്ചർ എപ്പോഴെങ്കിലും നമുക്കിത് ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ഫോൾഡറിനകത്തുനിന്ന് ജസ്റ്റ് ഇതേ പാത്തിലോട്ട് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തൊന്ന് ഇടുക. അപ്പോൾ നമുക്കിവിടെ കാണാം അതേ പ്രൈവറ്റ് സോണി സെറ്റിങ്സ് A7 M4 ഈ ഒരു പാത്തിലോട്ടാണ് നമ്മൾ കോപ്പി ചെയ്ത് വെക്കേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ സെറ്റിങ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡർ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് ഇൻ ഫ്യൂച്ചറിൽ നമുക്കിത് യൂസ് ചെയ്യേണ്ടി വന്ന സോണി എന്നുള്ള പറയുന്ന ഫോൾഡറിലോട്ട് ജസ്റ്റ് ഇതിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഈ ഒരു ഫയലിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടായാലും മതി. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ ഈ ഒരു മെമ്മറി കാർഡിനെ നമ്മുടെ ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പോകുന്നു. കണക്ട് ചെയ്തിട്ടുണ്ട്. സോ അഗെയിൻ നമ്മൾ മെനുവിൽ പോകുന്നു. മെനുവിൽ പോയിട്ട് സെറ്റപ്പിനകത്ത് തന്നെ റീസെറ്റ് 7 സെറ്റിങ്സ് പോയിട്ട് 7 ലോഡ് സെറ്റിങ്സ് എന്നുള്ളതിനകത്ത് ലോഡ് ഡാറ്റ എന്ന് പറയുന്നതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു ഫയൽ ബാക്കപ്പ് ഫയൽ ഈസ് അവൈലബിൾ. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യാം. സോ ഓവർറൈഡ് ദ ഡിവൈസ് സെറ്റിങ്സ് ആൻഡ് റീബൂട്ട് ആഫ്റ്റർ ലോഡിംഗ് എന്ന് കാണിക്കും. ഇത് ഓക്കെ കൊടുത്തെന്ന് വെച്ചാൽ ഡിവൈസ് അത് സെറ്റിങ്സ് അപ്ഡേറ്റ് ആവുകയാണ്. എൻ്റെ ഡിവൈസ് ഇത് റീബൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വൺസ് റീബൂട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഫങ്ഷൻസ് എവറിത്തിങ് വിൽ ബി അവൈലബിൾ ഹിയർ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. ഇത് നമ്മുടെ ചെറിയൊരു ചാനലാണ്. സോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത്. സോ വരും ദിവസങ്ങളിലും ഇതേപോലത്തെ കണ്ടന്റുകൾ നമ്മൾ ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ ബൈ. ഹാപ്പി ഷൂട്ടിംഗ്.